ഹലോ, വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ. അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ സ്പീക്കർ. കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ്റെ സ്പീക്കർ. അമേരിക്ക ഇന്നലെ എല്ലാ പോർട്ടുകളിലും മിസൈൽ വർഷത്തെ ബോംബിട്ട് 80ഓളം പേർ മരിക്കുകയും അതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം. കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിനിടെ തന്നെ കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും ജോർദാനിലേക്കും അമേരിക്കൻ ബേസുകളിൽ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ നടത്തി. കനത്ത നാശനഷ്ടമാണ് അമേരിക്കൻ ബേസുകൾക്കുണ്ടായിട്ടുള്ളത്. ഇനിയും അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കും, നരകതുല്യമാക്കും എന്നാണ് ഇറാൻ്റെ സ്പീക്കർ പറയുന്നത്. അയത്തുള്ള ഖൊമേനിയുടെ ശവസംസ്കാരം ഇന്ത്യൻ സമയം 7 മണിക്ക് കഴിയും. അതിനുശേഷം ശക്തമായ നടപടികളുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇറാൻ നീങ്ങുന്നത്. ഇനി അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ പോകില്ല. ട്രംപ് എന്ന വിശ്വാസവഞ്ചകനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം നടന്നു വന്നിരുന്നതാണ്. അതിന് ഒരു സമാന്തര പാത ഒമാൻ വഴി ഉണ്ടാക്കി അതിലൂടെ 3 കപ്പലുകൾ കടത്തിവിടാൻ ശ്രമിച്ചപ്പോഴാണ് ഇറാൻ കപ്പലുകളെ ആക്രമിച്ചത്. അതിന് അന്ന് രാത്രി തന്നെ 80ഓളം സ്ഥലങ്ങളിലാണ് കടുത്ത ആക്രമണം അമേരിക്ക നടത്തിയത്. അതോടുകൂടി നിന്നില്ല. ട്രംപ് പറഞ്ഞു, സാമ്പത്തിക ഉപരോധം നിലനിൽക്കും, ഇനി നിങ്ങളായിട്ടൊരു സമാധാന കരാറിനില്ല, ശക്തമായ യുദ്ധം തന്നെ എന്നും പറഞ്ഞ് വീണ്ടും ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇറാൻ അയത്തുള്ള ഖൊമേനിയുടെ വിലാപയാത്രയുമായി ഇറാഖിൽ ആയിരുന്നു. ഇറാഖിൽ നിന്ന് ഇന്ന് ഇറാനിലെത്തി. ഇന്ന് 7 മണിക്കാണ് 1.5 കോടിയോളം ജനങ്ങളാണ് വിലാപയാത്രയിൽ പങ്കെടുത്തത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിലാപയാത്രയായി തന്നെ മാറി. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു നേതാവാണ് അയത്തുള്ള ഖൊമേനി. അയത്തുള്ള ഖൊമേനിക്ക് വേണ്ടി ജനങ്ങൾ പ്രതികാരം ചെയ്യണമെന്ന് വിളികളോടെയാണ് ജനാവലി തടിച്ചുകൂടുന്നത്. എന്തായാലും ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നാറ്റോ സഖ്യരാജ്യങ്ങളുടെ സമ്മേളനം കഴിഞ്ഞ് ഖത്തർ കൊടുത്ത ഫ്ലൈറ്റിൽ കയറാതെ വേറെ വിമാനത്തിലാണ് ട്രംപ് തിരിച്ചുപോയത്. അപ്പോൾ ട്രംപ് പറയുന്നത് എന്നെയാണ് അവർ ആദ്യം മുന്നം വച്ചിരിക്കുന്നത് എന്നാണ്. എന്നിട്ടും ബെഡായി പറച്ചിലിൽ ഒരു കുറവുമില്ല. ഈ സമയം ഇസ്രായേൽ ലെബനോണിലേക്കും പലസ്തീനിലേക്കും ശക്തമായ ആക്രമണങ്ങൾ നടത്തി പാവപ്പെട്ട കുഞ്ഞുങ്ങളെ അടക്കം കൊന്നൊടുക്കുകയാണ്. ഇതിനെല്ലാം ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകും, ഉറപ്പാണ്. ഇത്രയും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.